ആയിട്ടാ വരുന്നേ. ഹായ് കുഞ്ഞാറ്റക്കിളി, നല്ല രസം, സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് എറണാകുളത്ത് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അത് ശ്രീനാരായണ ഗുരുവിന്റെ വനിതാംഗത്തിന്റെ പഠന ക്യാമ്പിന്റെ ഒരു ഉദ്ഘാടനമായിരുന്നു. അപ്പോ അത് അവിടെയുള്ള ബേബി റാണി എന്ന് പറഞ്ഞൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാ. എനിക്ക് ആ ഹെയർ സ്റ്റൈലും ഇഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ കമ്മലും ഒക്കെ കൂടിയിട്ട് നല്ലൊരു തിളക്കം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇപ്പൊ കുഞ്ഞാറ്റന്നല്ല പേര്, പിന്നെ പേരഴകിയോ? തമിഴ് സ്റ്റൈലാ? തമിഴ് സ്റ്റൈൽ அந்த மாதிரி ரொம்ப அழகா இருக்கு. ഇന്നെന്റെ പാട്ട് കാണാൻ വേണ്ടിട്ട് എന്റെ അമ്മയുടെ ചേച്ചി വിനിതാന്റെയും ഫാമിലിയും വന്നിട്ടുണ്ട്. ഹലോ ഹായ് മക്കള് അല്ലേ? മകളുടെ പേരെന്തൊക്കെയാണ്? രഞ്ജന, 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 ഗായത്രി, ഗായത്രി. ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണോ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്? അല്ല, അല്ലല്ലോ. അമ്മു ചേച്ചി, അമ്മു ചേച്ചിയും രഞ്ജു ചേച്ചി. രഞ്ജു ചേച്ചി, ഓക്കെ. അമ്മു രഞ്ജു. അഴകി അഴകി. അപ്പൊ പാട്ട് ഏതാണ്? പേരാറ്റിനക്കരെ അക്കരെ അക്കരെ. ചുമ്മാ അല്ല ഞാൻ പേരഴകി എന്ന് പറഞ്ഞു. ഇതാണോ? പേരാറ്റിനക്കരയക്കരയക്കരെ. അതെ, വേനൽ കിനാവുകൾ. ബ്യൂട്ടിഫുൾ ഒരു സോങ് ആണ് കേട്ടോ. ഇതിൽ വേറൊരു പാട്ട്, ആകാശമേടയ്ക്ക് വാതിലുണ്ടോ, അങ്ങനെ പാട്ടാണ്. ഭയങ്കര രസമാണ്. ഗൗരി മനോഹരി. അത് തന്നെ എൽ വൈദ്യനാഥൻ സാറാണ് ഇതിന്റെ മ്യൂസിക് അല്ലെ? ഗ്രേറ്റ് 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 മ്യൂസീഷ്യൻ. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചെന്നൈയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് കണ്ടത്. അവിടെ ഒരു റെക്കോർഡിങ് ഞാൻ പോയതാണ്. അപ്പൊ എന്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ യു ആർ ദ മ്യൂസിക് കമ്പോസർ ഫ്രം കേരള, യു സർ? ഞാൻ പറഞ്ഞു, യെസ് സർ, ഐ ഹവ് ഹേർഡ് വൺ ഓഫ് യുവർ സോങ്സ് അക്കലെ. That is quite good. അത് ഞാനിങ്ങനെ ഓർക്കാണ്, അദ്ദേഹത്തിന്റെ വാക്കുകള് ഇങ്ങനെ ഓർക്കാണ്. എൽ സുബ്രഹ്മണ്യൻ സാറിനെയും എനിക്ക് പരിചയമുണ്ട്. എൽ ശങ്കർ സാറിനെ വളരെ പരിചയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ അവര് മൂന്നുപേരും ആ ട്രയോ ആണ്. ഭയങ്കര ഗ്രേറ്റ് മ്യൂസീഷ്യൻ. നമ്മുടെ ആളാ. തൃപ്പൂണിത്തറക്കാരാ അവര്. അതായത് ചക്കംകുളങ്ങര ശിവക്ഷേത്രം ഉണ്ട്, അതിന്റെ അടുത്താണ് അവരുടെ തറവാട്. എനിക്ക് കുറച്ച് പാട്ടുകൾ പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വൈദ്യനാഥ് സാറിന്റെ. ഇപ്പോ അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ മകന്റെ ഗണേശിന്റെ പാട്ടുകൾ പാടാറുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ ഞാൻ പോവാറുണ്ട്. അവിടെ സ്റ്റുഡിയോ ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് പേരഴകി. ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് യേശുദാസ് സാർ. അപ്പൊ പേരാറ്റിനക്കരെ പോയിട്ട് വാ. താങ്ക് യു.
കരതളം കണ്ടു പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയാ കരയിൽ നിന്നൊരു പൂത്തുമ്പി നാടായ നാടുകൾ ചുറ്റി കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയി കര നിന്നൊരു പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി വെരി ഗുഡ് വെരി ഗുഡ്. കലക്കി കലക്കി. താങ്ക് യു സർ. ഇന്ന് കുഞ്ഞാറ്റയ്ക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നതായിട്ടുള്ളത് പറയൂ പറയൂ 98.25 out of 100. താങ്ക് യു സർ. കുഞ്ഞാറ്റക്കിളി എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു? എന്താ പറയാനുണ്ടെന്ന് ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. എന്റെ അപ്പൂപ്പന്റെ അനിയൻ തങ്കപ്പൻ എന്നാണ് പേര്. ഞാൻ തങ്കപ്പനപ്പ എന്നാണ് വിളിക്കണത്. അപ്പക്ക് എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പക്ക് ഫ്ലോറിൽ വന്ന് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ഷൂട്ടിങ് കാണാനായിട്ട്. അപ്പോൾ ആ ഷൂട്ടിങ് കാണാൻ വരുമ്പോൾ MJ സാറിന്റെ രാക്കിളിതൻ എന്നുള്ള പാട്ട് സാറിന്റെ മുമ്പിലൊന്ന് പാടണമെന്ന്, ചാൻസ് കിട്ടിയാൽ പാടണമെന്നുള്ള ഒരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞിടക്കാണ് അപ്പ ഞങ്ങളെ വിട്ടുപോയത്. എന്ത് പറ്റിയതായിരുന്നു അത്? അപ്പക്ക് അറ്റാക്ക്. അപ്പോ എന്തായാലും സാറിന്റെ മുമ്പിൽ നേരിട്ട് പാടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പ കല്യാണ വീട്ടില് ഈ രാക്കിളിതൻ എന്നുള്ള പാട്ട് പോകാറുള്ളപ്പോ പാടുമായിരുന്നു. അപ്പോ എന്താണ് ഞാൻ അതിന്റെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ പ്ലേ ചെയ്തോട്ടെ? അപ്പയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നമസ്കാരം നമ്മുടെ കേട്ടോ. ഈ മഴ വഴി പാടുന്നുണ്ടല്ലോ. ഇത് അപ്പയുടെ അങ്ങനെയാ റിലേഷൻ? അമ്മയുടെ അച്ഛന്റെ അനിയൻ. അമ്മയുടെ അച്ഛന്റെ അനിയൻ. എല്ലാവരും പാട്ടുകാരാണല്ലേ? പാട്ടിങ്ങനെ ഉള്ളിക്കൊണ്ട് നടക്കുകയും പാട്ടെപ്പോഴും മൂളിക്കൊണ്ട് നടക്കുകയും പാട്ടിനോടുള്ള ഇഷ്ടം അത് ആത്മാർത്ഥമായിട്ട് ആത്മാവ് കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പാട്ട് കേട്ടാൽ അതെ അതെ ശരിക്കും തീർച്ചയായിട്ടും കുഞ്ഞാറ്റെ
നമുക്ക് എല്ലാവർക്കും നഷ്ടമാണ്. പക്ഷെ അദ്ദേഹം അവിടെ ഇരുന്ന് കുഞ്ഞാറ്റയുടെ പാട്ട് കേൾക്കുന്നുണ്ട്. ഇനിയും കേട്ടുകൊണ്ടേയിരിക്കും. ആ ബ്ലെസ്സിങ്സ് നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്താ സങ്കടം വരുന്നത്. സങ്കടപ്പെടണ്ട, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. Yes. ഓൾ ദ ബെസ്റ്റ്. Thank ബൈ you. ബൈ. ഓൾ ദി ബെസ്റ്റ് കുഞ്ഞാറ്റക്കിളി. ബൈ ബൈ. ബൈ. ടാറ്റാ, താങ്ക് യു.